ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ. അതിനാദ്യം ഞാൻ വറ്റൽമുളക് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു പാത്രത്തിൽ പാസ്ത തിളപ്പിക്കാൻ വയ്ക്കുക. ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. പാസ്ത ഉണ്ടാക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ്, കാരണം എൻ്റെ ബട്ടറിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി, അത് കാരണം അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് സവാളയും ചെറുതാക്കി അരിഞ്ഞ സവാളയും ക്യാപ്സിക്കുമാണ് ഞാൻ ഇടുന്നത്. ഈ രണ്ട് വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രണ്ടും ഇടുക, ക്യാപ്സിക്കും സവാളയും ഇടുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റണേ. വേഗം വഴണ്ടി വരാൻ വേണ്ടി ഞാൻ ഇത്തിരി പൊടിയിപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴറ്റി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നല്ല ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെയാണ്. അടപ്പയിൽ ഏകദേശം ഒരു പകുതിയോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ക്രീം മൈദയും പാലും വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ, പക്ഷേ ഞാൻ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ കുറച്ച് ക്രീമി കൺസിസ്റ്റൻസിയാണ്, കുറച്ചിങ്ങനെ വെള്ളം പോലെ ആവാൻ വേണ്ടി ഞാൻ പാസ്ത വേവിച്ച് വെള്ളമാണ് ഇതിലൊഴിച്ചിരിക്കുന്നത്. അതൊഴിച്ചിട്ട് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ആയി. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അത് രണ്ടുമാണ് നമ്മളിടുന്നത്. മറ്റേ ഒറിഗാനോ ഒന്നും ഞാൻ ഇടുന്നില്ല, ഇത് രണ്ടും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ ഇട്ട് ഇത് നന്നായിട്ട് വന്ന് ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം മിക്സ് ആവാൻ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത